സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ? എങ്കിലൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്കിതാ സുവർണാവസരം. ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് SSLC+2 കരസ്ഥമാക്കാം. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 2024 ഏപ്രിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കി നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്ത് പോയത് അല്ലേ? അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. കാരണം പാർട്ട് 1 പാർട്ട് 2 ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏത് രീതിയിലാണ് ചോദ്യപേപ്പർ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 13ാമത്തെ ചോദ്യം മുതലാണ്. നിങ്ങൾക്കറിയാം, 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? MCQ ടൈപ്പ് ചോദ്യങ്ങളായിരുന്നു അല്ലേ? MCQ ടൈപ്പ്, അതായത് ഒരു ചോദ്യം ഉണ്ടാവും, അതിന് ഒരു 3 അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും, ശരിയായ ഉത്തരം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് 1 മുതൽ 6 വരെയുള്ള ചോദ്യം നമ്മൾ കണ്ടത് അല്ലേ? ഇനി നമുക്ക് എന്താണ് 7 മുതൽ അതുപോലെ തന്നെ 7 മുതൽ 12 വരെയുള്ള ചോദ്യം. 7 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ എപ്രകാരമായിരുന്നു? അതായത് ഒരു ചോദ്യം തന്നതിന് ശേഷം അതായത് പ്രസ്താവന ചോദ്യങ്ങളെന്ന് പറയാം അല്ലേ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ നിന്നും നമുക്കൊരു 3 അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് തന്നിട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് 7 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം മനസ്സിലാക്കി വെക്കുക, 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ MCQ ടൈപ്പും അത് എല്ലാ ചാപ്റ്ററും അതിനകത്ത് ഉൾപ്പെടും. അതുപോലെ തന്നെ 7 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രസ്താവന ചോദ്യങ്ങളായിരുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ നിന്നും ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏത്, ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന, അതായത് 13 മുതലുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഓപ്ഷനും മൊഡ്യൂളിൽ നിന്നും ഇതേപോലെ ചോദ്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഓപ്ഷൻ മൊഡ്യൂളിൽ നിന്ന് ഇതേപോലെ MCQ ടൈപ്പ് ചോദ്യങ്ങൾ വരും. അതോടൊപ്പം തന്നെ ഓപ്ഷനും മൊഡ്യൂളിൽ നിന്ന് തന്നെ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള രീതിയിൽ വേറൊരു ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. MCQ ടൈപ്പും അതുപോലെ തന്നെ പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ 2 ഡാഷ് തന്നിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ മുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ 2025 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ 2024 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC+2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒപ്പം തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആ ഒരു വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നിങ്ങൾ ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? നോക്കിക്കേ, 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ചോദ്യം തന്നിട്ട് ഇതേപോലെ 2 ഡാഷ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ 2 ഡാഷ് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം, ഇവിടെയും വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം. സോ നമ്മൾ ചോദ്യം വായിക്കുക, ആ ഡാഷിൻ്റെ ഭാഗത്ത് ശരിയായ ഉത്തരം എഴുതുക. ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വരുന്ന ചോദ്യം തന്നെയാണ് അതും കേട്ടോ. അപ്പം ഇതിന് നിങ്ങളിവിടെ ഇവിടെ ശരിയായ ഉത്തരം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 1
മാർക്ക് അവിടെ കിട്ടും. ഇവിടെയും നിങ്ങളുടെ ശരിയായ ഉത്തരം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അങ്ങനെ ഇതേപോലത്തെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കെന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട് 2 മാർക്കായിരിക്കും ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക്. അപ്പോൾ ഒരു കുട്ടി ഇവിടെ ഒരു ആൻസർ എഴുതി ശരിയായി, ഒരു ചോദ്യത്തിന് 2 ആൻസർ എഴുതാനുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരെണ്ണം എഴുതി, അത് ശരിയാണ്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന ആൻസർ തെറ്റാണെങ്കിൽ ആ കുട്ടിക്ക് എത്ര മാർക്കേ കിട്ടത്തുള്ളൂ? ഈ ചോദ്യത്തിന് 1 മാർക്കേ കിട്ടത്തുള്ളൂ. മനസ്സിലായി? ഇത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ ആൻസറും ശരിയായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് ലഭിക്കത്തുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ. 13ാമത്തെ ചോദ്യം മുതൽ നോക്കിയാണ്. ഫസ്റ്റ് സെക്ഷനിലെ 1 മുതൽ 12 വരെയുള്ള ചോദ്യം എപ്രകാരമാണ് എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾക്ക് 13ാമത്തെ ചോദ്യം നോക്കിക്കേ. ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വാസ് അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ ഡാഷ്. Chief Election Commissioner and other election commissioners are appointed for a term of dash. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഏത് വർഷമാണ് അല്ലേ. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്തത് ഏത് വർഷത്തിലാണ് എന്നുള്ളത് നമ്മളവിടെ കൊടുക്കണം. അതോടൊപ്പം തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണെന്നുള്ളതും നമ്മളവിടെ എഴുതി കൊടുക്കണം അല്ലേ. അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 1950 ഓക്കെ, അപ്പം ഈ ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 6 വർഷത്തേക്കാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആണല്ലേ. 1950 6 വർഷം അല്ലേ. അപ്പം ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വാസ് അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ 1950. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഫോർ എ ടേം ഓഫ് 6 അല്ലേ. അപ്പോൾ അതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഓർത്തിരിക്കുക, 1950 ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷണറെയും അതോടൊപ്പം തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എത്ര വർഷക്കാലത്തേക്കാണ്? 6 വർഷത്തേക്കാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, 14ാമത്തെ ചോദ്യമാണ്. അടുത്തത് 14ാമത്തെ ചോദ്യം നോക്കിക്കേ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആൻസർ എനി 2. അതായത് എല്ലാം നമുക്ക് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കുമ്പോൾ ഏതാണോ നിങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചോദ്യമായിട്ട് തോന്നുന്നത് ആ ഒരു ചോദ്യത്തിന് ഏതെങ്കിലും 2 എണ്ണത്തിൽ നിങ്ങളിവിടെ ആൻസർ കൊടുത്താൽ മതി. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ 3 ചോദ്യം കണ്ടിട്ട് 3ഉം കൂടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും 2 എണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം ആ 2 എണ്ണത്തിന് കറക്റ്റായിട്ടുള്ള ആൻസർ അവിടെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ഇലക്ഷൻ ഈസ് നോട്ടിഫൈഡ് വെൻ ദ ലോക്സഭ ഓർ സ്റ്റേറ്റ് അസംബ്ലി ഈസ് ഡിസോൾവ് ബിഫോർ കംപ്ലീഷൻ ഓഫ് 5 ഇയേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ ഒരു ലോക്സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലി ആണെങ്കിൽ 5 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ പിരിച്ചുവിടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അത് ആരാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആരായിരിക്കും? ഫ്രഷ് ആണോ, മിഡ് ടേം ഇലക്ഷൻ ആണോ, അല്ലെങ്കിൽ എമർജൻസി ഇലക്ഷൻ ആണോ? ആരായിരിക്കും? മിഡ് ടേം ഇലക്ഷൻ ആണല്ലേ. മിഡ് ടേം ഇലക്ഷൻ ഈസ് നോട്ടിഫൈഡ് വെൻ ദ ലോക്സഭ ഓർ സ്റ്റേറ്റ് അസംബ്ലി ഈസ് ഡിസോൾവ് ബിഫോർ കംപ്ലീഷൻ ഓഫ് 5 ഇയേഴ്സ്. അപ്പോൾ അവിടെ ആൻസറായിട്ട് മിഡ് ടേം ആണ് വരുന്നത്. അപ്പോൾ 5 വർഷത്തിന്, അതായത് ലോക്സഭയായാലും അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലി ആണെങ്കിലും 5 വർഷം അത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഏത് തരം മിഡ് ടേം ഇലക്ഷനാണ് അത് നോട്ടിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് എ റീജിയണൽ പാർട്ടി. ഏതെങ്കിലും 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് നോക്കാം. ഡാഷ് ഈസ് എ റീജിയണൽ പാർട്ടി. ഏതാണ് റീജിയണൽ പാർട്ടി എന്നറിയപ്പെടുന്നത്? BJP ആണോ, INC ആണോ, DMK ആണോ? BJP എന്താ ഫുൾ ഫോം? BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് അല്ലേ. INC എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ദെൻ DMK എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ ആൻസർ എന്താണ്? DMK ആണ് അല്ലേ. DMK ആണ്
എന്താ ഈസ് എ റീജിയണൽ പാർട്ടി എന്ന് പറയുന്നത്. ഓർത്തിരിക്കും കേട്ടോ, അതിൻ്റെ ഫുൾ ഫോം പഠിച്ച് വെക്കേണ്ടതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം നമുക്ക്. ഡാഷ് ഹാസ് ദ പവർ ടു ഡിസോൾവ് ദ ലോകസഭ. നിങ്ങൾക്കറിയാം ആർക്കാണ് ലോകസഭയെ പിരിച്ചുവിടാനുള്ള അധികാരമൊക്കെ ആർക്കായിരുന്നു? പ്രൈം മിനിസ്റ്റർക്കാണോ, ഹോം മിനിസ്റ്റർക്കാണോ, പ്രസിഡൻറ്റിനാണോ? ആർക്കാ? പ്രസിഡൻറ്റിനാണ് അല്ലേ. ഇന്ത്യൻ പ്രസിഡൻറ്റിനാണ് അത് പിരിച്ചുവിടാനുള്ള അധികാരമൊക്കെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അത് എഴുതണമെന്നില്ല, ജസ്റ്റ് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ കൊടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റിലെ രണ്ടെണ്ണം നമ്മൾ ആൻസർ കൊടുത്താൽ മതി, മൂന്നാമത്തിലേക്ക് പോകണമെന്നില്ല കേട്ടോ. ഓക്കെ, അടുത്തത് 15ാമത്തെ ചോദ്യം നോക്കിക്കേ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ടു വൺ വേർഡ്. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വൺ വേർഡ് ആയിട്ടുള്ള രീതിയിൽ ആൻസർ കൊടുത്താൽ മതിയേ. അപ്പം ആൻസർ എനി ടു അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. എന്താണ് തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് നിങ്ങൾ ആൻസർ കൊടുത്താൽ മതി കേട്ടോ. ഡിമാൻഡിങ് ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് നമുക്ക് താഴെ തന്നിരിക്കുന്നതിനകത്ത് ബേസിസ് ഓഫ് ലാംഗ്വേജ്, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന അല്ലെ, റീഓർഗനൈസേഷൻ, പുനഃസംഘടന ആവശ്യപ്പെടുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് ആൻസറായിട്ട് വരുന്നത്? റീജിയണലിസം അല്ലേ, റീജിയണലിസമാണ് ശരിയായ ആൻസർ. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന അല്ലെങ്കിൽ റീഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് അല്ലെങ്കിൽ പുനഃസംഘടന ആവശ്യപ്പെടുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീജിയണലിസമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫാക്ടേഴ്സ് വിച്ച് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ പാർട്ടീസ് ആർ കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ, സോഷ്യൽ ആൻഡ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ റീജിയണൽ പാർട്ടീസ് അല്ലേ, റീജിയണൽ പാർട്ടീസ് അല്ലെങ്കിൽ റീജിയണൽ പാർട്ടികളുടെ വളർച്ചയ്ക്ക്, ഗ്രോത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ച് ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാമാണ്? കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ, ദെൻ സോഷ്യൽ ആൻഡ് ഡാഷ്. ഏതായിരിക്കും സോഷ്യൽ ആൻഡ്, ഏതായിരിക്കും ശരിയായ ഉത്തരം? സോഷ്യൽ ആൻഡ് എത്നിക്കാണ് അല്ലേ, സോഷ്യൽ ആൻഡ് എത്നിക്കാണ് ശരിയായ ആൻസർ. അതായത് എത്നിക് എന്ന് പറഞ്ഞാൽ വംശീയമായിട്ടുള്ളതെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ റീജിയണൽ പാർട്ടീസിൻ്റെ അല്ലെങ്കിൽ റീജിയണൽ പാർട്ടികളുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? കൾച്ചറലുണ്ട്, സാംസ്കാരികമായിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ളത്, ദെൻ സോഷ്യൽ സാമൂഹികരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വംശീയപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സാണ് റീജിയണൽ പാർട്ടീസിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 പോയിൻ്റായിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ചും വെച്ചോളുക കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയല്ലോ അവിടെ, അത് രണ്ടും പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത് നോക്കിയേ. ആൻഡ് 16ാമത്തെ ചോദ്യമാണേ. 16ാമത്തെ ചോദ്യം നോക്കിക്കേ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 ചോദ്യമുണ്ട്, 2 നമുക്ക് ഓരോ മാർക്ക് വീതമാണ് കിട്ടുന്നത് കേട്ടോ. ഗുഡ് ഗവർണൻസ് ഈസ് എ കീ ടു ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നല്ല ഭരണം എന്ന് പറയുന്നത് ഡാഷിൻ്റെ താക്കോലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് എ കീ ടു ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നല്ല ഭരണം എന്ന് പറയുന്ന ഡാഷിൻ്റെ കീ ആണ് അല്ലെങ്കിൽ താക്കോലാണ്. എന്താണ് ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്? സെപ്പറേറ്റിസം, ദെൻ ഡെവലപ്മെൻറ്റ്, കറപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതായിരിക്കും ശരിയായ ഉത്തരം? ഏതാണ്? 16ാമത്തെ ചോദ്യത്തിൻ്റെ 1ാമത്തെ ചോദ്യമാണ്. ഗുഡ് ഗവർണൻസ് ഈസ് എ കീ ടു ഡെവലപ്മെൻറ്റ് അല്ലേ. നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ നല്ല ഭരണം എന്ന് പറയുന്നത് ആ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു വികസനത്തിൻ്റെ കീ ആണ് എന്ന് പറയുന്ന ഒരു നല്ല ഭരണം എന്ന് പറയുന്നത്. സോ നമുക്കവിടെ പറയാം ഗുഡ് ഗവർണൻസ് ഈസ് എ കീ ടു ഡെവലപ്മെൻറ്റ്. ഓക്കെ, അടുത്തത് 16ാമത്തെ ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നോക്കിക്കേ. ഇൻസ്ട്രുമെൻറ്റ് ഫോർ എ റെസ്പോൺസീവ് ആൻഡ് അക്കൗണ്ടബിൾ അഡ്മിനിസ്ട്രേഷൻ ഇൻകുൾക്കേറ്റ്സ് പീപ്പിൾസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ഡാഷ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു പ്രതികരണശേഷിയുള്ളതും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വമായിട്ടുള്ള ഒരു നിർവഹണത്തിനുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്നതിനുള്ള ആളുകളുടെ ആ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് എപ്രകാരമായിരിക്കും? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും
ആയിരിക്കും അല്ലേ. അപ്പോൾ അതെന്താണ് ആൻസർ വരുന്നത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് തന്നെയാണ്. സോ ഇൻസ്ട്രുമെൻറ്റ് ഫോർ എ റെസ്പോൺസീവ് ആൻഡ് അക്കൗണ്ടബിൾ അഡ്മിനിസ്ട്രേഷൻ ഇൻകുൾക്കേറ്റ്സ് പീപ്പിൾസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യം നോക്കിക്കേ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആൻസർ എനി ടു, ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി കേട്ടോ. നോക്കിക്കേ, ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് ഗുഡ് ഗവർണൻസ്. എന്താണ് ഇന്നത്? എന്താണ് ഒരു ഗുഡ് ഗവർണർ അല്ലെങ്കിൽ നല്ലൊരു ഭരണത്തിൻ്റെ പാർട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഗുഡ് ഗവർണൻസിൻ്റെ പാർട്ടെന്ന് പറയുന്നത്? എന്തായിരിക്കും? ജസ്റ്റിസ് ആണല്ലേ. ഓപ്ഷൻ എ ആണ്, ആദ്യത്തെയാണ് ആൻസറായിട്ട് വരുന്നത്. ജസ്റ്റിസ് ആസ് എ പാർട്ട് ഓഫ് ഗുഡ് ഗവർണൻസ്. നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് അത് പഠിച്ചു വെച്ചോണം കേട്ടോ. അതെന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ 17ാമത്തെ ചോദ്യത്തിൻ്റെ ആദ്യത്തത് ഓർത്തിരിക്കുക. ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് ഒരു ഗുഡ് ഗവർണൻസ് അല്ലെങ്കിൽ നല്ലൊരു ഭരണത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ് 73rd ആൻഡ് 74th അമെൻഡ്മെൻറ്റ് ആക്ട് ഇൻ ദ ഇയർ ഡാഷ്. എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെ, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന 73ാമത്തെയും 74ാമത്തെയും ഭേദഗതി നിയമങ്ങൾ പാസ്സാക്കിയിട്ടുള്ള വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷത്തിലാണ് 73rd ആൻഡ് 74th അമെൻഡ്മെൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്? ഏത് വർഷത്തിലാണ്? 1992 ആണല്ലേ. 1992 അപ്പോൾ ഓർത്തിരിക്കുക, 1992 നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് 73, 74 അമെൻഡ്മെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതി പാസ്സാക്കിയത്. ഓർത്തിരിക്കണം കേട്ടോ, വർഷം ഓർത്തിരുന്നോണം. 1992. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ കൊടുത്താൽ മതി. അതുകൊണ്ട് അത് മാത്രം നോക്കി. പിന്നെ ഇതും കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എപ്പോഴേലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടെ എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, ഇതും കൂടെ ഒന്ന് ഓർത്തിരുന്നോളാം. കാരണം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് മെൻഷൻഡ് ഇൻ ദ ഡാഷ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എവിടെയാണോ പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? ആർട്ടിക്കിൾ 40 കേട്ടോ. ആർട്ടിക്കിൾ 40 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. പഠിച്ചു വെച്ചോണേ, അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ പഞ്ചായത്ത് രാജിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 40 പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഒരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം. അവിടെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ ചോദ്യം വന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ പഞ്ചായത്ത് രാജിൻ്റെ കൂടെ ഇത് എഴുതി വെക്കുന്നതെന്ന് ഓർക്കും. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എന്താണോ, നിങ്ങൾക്ക് എവിടെ നിന്നാണോ പോയിൻ്റ് കിട്ടിയിരിക്കുന്നത് അത് ചോദ്യപേപ്പറിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് ആൻസർ എഴുതി കൊടുക്കാം കേട്ടോ. അടുത്തത് 18ാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താണ്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്? ഇല്ലീഗൽ യൂസ് ഓഫ് അതോറിറ്റി ഫോർ പേഴ്സണൽ ഗെയിൻസ് വിൽ കം അണ്ടർ ദ ആംബിറ്റ് ഓഫ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായ നേട്ടങ്ങൾക്കായിട്ട് അധികാരത്തിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഡാഷാണ്. എന്തായിരിക്കും? കറപ്ഷൻ ആണ് അവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഓർത്തിരിക്കുക, കറപ്ഷനാണ് ശരിയായ ഉത്തരം. അതായത് അഴിമതി എന്നുള്ളതാണ്. കറപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അഴിമതിയാണ്. അപ്പോൾ അഴിമതിയാണ് അവിടെ ആ ഒരു പരിധിയിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അധികാരത്തിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് എന്തിൻ്റെ പരിധിയിൽ വരും? അഴിമതിയുടെ പരിധിയിൽ വരും അല്ലേ. ഇല്ലീഗൽ യൂസ് ഓഫ് അതോറിറ്റി ഫോർ പേഴ്സണൽ ഗെയിൻസ് വിൽ കം അണ്ടർ ദ ambit of corruption. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത്. ദ ബെനിഫിറ്റ് ഓഫ് എംബെഡിങ് കമ്പ്യൂട്ടർ ആൻഡ് IT ഇൻ ദ ഗവർണൻസ് ഈസ് ഡെലിവറി ഓഫ് സർവീസസ് ടു ദ ഡാഷ് അറ്റ് ലോ കോസ്റ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നമുക്കറിയാം നമ്മുടെ ഭരണത്തിൽ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ഒക്കെ ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പം ഈ ഒരു സംഭവങ്ങൾ നമ്മുടെ ഈ ഒരു കുറഞ്ഞ ചെലവിൽ ആരിലേക്ക് ആ ഒരു സേവനം എത്തിക്കാനായിട്ടാണ് ഭരണം ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത്. ആരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്?
ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ഒക്കെ അതിൻ്റെ കുറഞ്ഞ ചിലവിൽ അതിൻ്റെ ഒരു സർവീസസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സോ അവിടെ ആൻസർ എന്താ വരുന്നത്? പ്യൂപ്പിൾ എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. 19ാമത്തെ ചോദ്യം നോക്കിയേ. ഡാഷ് ഈസ് ഹിൻഡ്രൻസ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഗുഡ് ഗവേണൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നല്ല ഭരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഡാഷാണ്. അതുപോലെ തന്നെ എ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോജക്റ്റ് ഇൻ കേരള നെയിംഡ് ഡാഷ് ഹാസ് ബീൻ യൂസ് ടു പ്രൊവൈഡ് ദ സർവീസസ് ടു ദ കോമൺ പീപ്പിൾ. അതായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സർവീസുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോജക്റ്റ് പേര്. അപ്പോൾ ഇത് രണ്ടും ആൻസർ വരുന്ന രീതിയിലുള്ള ചോദ്യമാണ്. സോ നോക്കിക്കേ, എന്തായിരിക്കും? ഡാഷ് ഈസ് ഹിൻഡ്രൻസ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഗുഡ് ഗവേണൻസ്. നല്ല ഭരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണല്ലേ. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഒപ്പം തന്നെ എന്താണ്? ഈ ഡാഷ് ഹാസ് ബീൻ യൂസ് ടു പ്രൊവൈഡ് ദ സർവീസ് ടു ദ കോമൺ പീപ്പിൾ. അതായത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോജക്റ്റ് നിലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫ്രണ്ട്സാണ് എന്ത്? സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഫ്രണ്ട്സ് എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് മേക്സ് ലോ. അതായത് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രത്യേകം കേട്ടോ. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏത് ഓർഗനാണ് ലോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഏത് ഓർഗനാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? ഏത് ഓർഗനാണ്? ആരാണ്? പാർലമെൻ്റ് ആണോ, ലെജിസ്ലേച്ചർ ആണോ, അതല്ലെങ്കിൽ ജുഡീഷ്യറി ആണോ? ആരാണ്? പാർലമെൻ്റ് ആണല്ലേ. ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റാണ് എന്ത്? നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെൻറ്റാണ്. വിച്ച് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് മേക്സ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റാണ്. ഓക്കെ, അടുത്തത് ത്രൂ വിച്ച് ഓർഗൻ ദ സ്റ്റേറ്റ് എക്സ്പ്രസസ് ഇറ്റ്സ് വിൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് അവയവത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏത് ഓർഗനിലൂടെയാണ് സംസ്ഥാനം സ്റ്റേറ്റ് അതിൻ്റെ ആ ഒരു ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്? ഏതിൻ്റെലൂടെയാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനവും അതിൻ്റെ താല്പര്യങ്ങൾ ഏത് ഓർഗനിൽ കൂടിയായിരിക്കും പ്രകടിപ്പിക്കുന്നത്? ഏതാണ്? പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗൻ ആണോ, അല്ലെങ്കിൽ ഗവൺമെൻറ് വഴിയാണോ, അല്ലെങ്കിൽ പാർലമെൻറ്റ് വഴിയാണോ? ഏത് വഴിയായിരിക്കും? ഗവൺമെൻറ് വഴിയാണല്ലേ. ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഏത് ഓർഗൻ വഴിയാണ്? ഗവൺമെൻറ് വഴിയാണ് ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ളത് ഗവൺമെൻറ്റിൽ കൂടിയാണ് കൊണ്ടുവരുന്നത്. സോ നമുക്കവിടെ ആൻസർ ഗവൺമെൻറ് ആണ്. അപ്പോൾ 2 ചോദ്യം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓർത്ത് വെച്ചോണം. ഏത് ഓർഗനാണ് ഗവൺമെൻറ്റിൻ്റെ ഏത് ഓർഗനാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റാണ്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരിലൂടെയാണ് അറിയിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഓർഗനിൽ കൂടിയാണ് അറിയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് വഴിയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് അതിൻ്റെ ഏതെങ്കിലും 2 എഴുതിയാൽ മതി എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ, നോക്കി വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണേ. വാട്ട് വാസ് ദ പോളിസ് ഫോർ ദ ഏൻഷ്യൻ ഗ്രീക്സ്. അതായത് ഏൻഷ്യൻ്റ് ഗ്രീക്കുകാർക്ക് പോളിസ് എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് എന്താണ് അവർ അർത്ഥമാക്കിയിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? സിറ്റി ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ശരിയായ ആൻസർ കേട്ടോ. ഏൻഷ്യൻ്റ് ഗ്രീക്കുകാർ പോളിസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയത് സിറ്റി ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ.
അടുത്തത് 21ാമത്തെ ചോദ്യമാണ്. 21ാമത്തെ ചോദ്യം നോക്കിക്കോ, അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ഡാഷ് അമെൻഡ്മെൻറ്റ് ആക്ട്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ അത് ഏത് ഭരണ ഭേദഗതിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? 86ാമത്തെ അമെൻഡ്മെൻറ്റിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ 86th അമെൻഡ്മെൻറ്റ് ആക്ട്സ് കേട്ടോ. ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അടുത്തത് അതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നോക്കിക്കേ, സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആസ് ഗുഡ്സ് ആൻഡ് കൊമോഡിറ്റീസ് ഫോർ ഇമ്മോറൽ പർപ്പസസ് സച്ച് ആസ് സ്ലേവറി ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ഡാഷ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് മനുഷ്യക്കടത്ത്, അതായത് നമുക്കറിയാം മനുഷ്യരെ പല അധാർമിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ അടിമത്തം, അതല്ലെങ്കിൽ മനുഷ്യരെ വിൽക്കുന്നത്, വാങ്ങുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളതാണ് ശരിയായ ആൻസർ. അപ്പോൾ ഓർത്തിരിക്കുക, മനുഷ്യരെ അധാർമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അധാർമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3ാമത്തെ ചോദ്യമായിട്ടുള്ള രീതി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഈ 2 ചോദ്യത്തിന് ആൻസർ എഴുതി കൊടുത്താൽ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിലീജിയൻ ഈസ് ദ കൺസേൺ ഓഫ് ദ ഡാഷ് ഇൻ എ സെക്യുലർ സ്റ്റേറ്റ്. ഒരു സെക്യുലർ സ്റ്റേറ്റിൽ റിലീജിയനെ ഏത് രീതിയിൽ കൺസേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ്? ഇൻഡിവിജ്വൽ ആണല്ലേ. റിലീജിയൻ ഈസ് ദ കൺസേൺ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ എ സെക്യുലർ സ്റ്റേറ്റ്. ഓക്കെ, അടുത്തത് 22ാമത്തെ, ഇതിൻ്റെ ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, 22ാമത്തെ ചോദ്യം നോക്കിയേ. റൈറ്റ് ടു ഇക്വാലിറ്റി ഈസ് റിലേറ്റഡ് ടു എൻഡിങ് ദ ഡാഷ് ഡിസ്ക്രിമിനേഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം തന്നെയാണ് അതല്ലേ. റൈറ്റ് ടു ഇക്വാലിറ്റി, എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി? നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഈ ഒരു സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ടു എൻഡിങ് ദ ഡാഷ് ഡിസ്ക്രിമിനേഷൻ, അതായത് ഇന്ന വിവേചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ എന്താണ്? വിവേചനം എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന വിവേചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഇന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്നുള്ളത്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സോഷ്യലാണല്ലേ. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്. സോ റൈറ്റ് ടു ഇക്വാളിറ്റി ഈസ് റിലേറ്റഡ് ടു എൻഡിങ് ദ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത് കേട്ടോ, നോക്കി വെച്ചോണേ. ദെൻ അതിൻ്റെ തന്നെ 2ാമത്തെ ചോദ്യം നോക്കിക്കേ. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ടുകൂടായ്മയാണ് അല്ലേ. അബോളിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർത്തലാക്കുക. അപ്പം അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഓൾസോ ഇൻക്ലൂഡ്സ് ഡാഷ്, അതായത് ഈ തൊട്ടുകൂടായ്മ, അതെങ്കിൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്ന് പറയുന്നത് ഇന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നതിലും കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു. ഏതിലാണ്? അബോളിഷൻ ഓഫ് അവാർഡ്സ് ആണോ? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണോ? അബോളിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണോ? ഏതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് ശരിയായ ഉത്തരം കേട്ടോ. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഓൾസോ ഇൻക്ലൂഡ്സ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. 23ാമത്തെ ചോദ്യത്തിൽ നമുക്ക് എന്തുണ്ട്? ഏതെങ്കിലും 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻ ഇന്ത്യ റിട്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ഡാഷ്, അതായത് ഇന്ത്യയിൽ റിട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ റിട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് സുപ്രീം കോർട്ടാണ്. എന്താണ്? ഇന്ത്യയിൽ റിട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് സുപ്രീം കോർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇറ്റ് ഈസ് ആൻ ഓർഡർ ടു എ ലോവർ കോർട്ട് ഫ്രം എ സുപ്പീരിയർ കോർട്ട്, അതായത് ലോവർ കോർട്ടിൽ നിന്ന് ടു എ ലോവർ കോർട്ടിലേക്കുള്ളതാണ് അല്ലേ. സുപ്പീരിയർ കോർട്ടിൽ നിന്നും ലോവർ കോർട്ടിലേക്കുള്ള ഒരു ഓർഡറാണിത്. ടു ട്രാൻസ്ഫർ ദ മാറ്റർ, അതായത് ഒരു മാറ്ററിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തിനാണ്? ടു ഇറ്റ് ഓർ ടു എനി അതർ കോർട്ട് ഫോർ ഡിവൈഡിങ് ദ മാറ്റർ, അല്ലെങ്കിൽ ഈ ഒരു മാറ്ററിനെ മറ്റൊരു കോർട്ടിലേക്ക് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏതായിരിക്കും? ഏതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും? മാൻഡമസ് ആണോ? പ്രൊഹിബിഷൻ ആണോ? അതോ സെറിഷോററി ആണോ? ഏത് ആൻസർ? സെറിഷോററി ആണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ. സെറിഷോററി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കാം,
ഇതൊരു ഓർഡറാണ് ലോവർ കോർട്ട് ടു എ ലോവർ കോർട്ടിലേക്കുള്ളതാണ്. ഇവിടെ നിന്ന് സുപ്രീം കോർട്ടിൽ നിന്ന് ലോവർ കോർട്ടിലേക്കുള്ളതാണ്. എന്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മാറ്ററിനെ അല്ലേ, ഒരു മാറ്ററിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു മാറ്ററിനെ മറ്റെന്തെങ്കിലുമായിട്ട് അല്ലെങ്കിൽ മറ്റു കോർട്ടിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെറിഷോററി എന്ന് പറയുന്നത്. അപ്പോൾ സെറിഷോററിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർഡറിനെ പറയുന്നതാണ് സെറിഷോററി. ഓക്കെ, അടുത്തത് 24. അതിൻ്റെ ഓർക്കോസ്റ്റായിട്ടുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്താണ് പറയുക, ഇറ്റ് ഈസ് ആൻ ഓർഡർ ബൈ ദ കോർട്ട് ടു ദ സ്റ്റേറ്റ് ടു പ്രൊഡ്യൂസ് ദ പേഴ്സൺ ഫിസിക്കലി ബിഫോർ ഇറ്റ് ജസ്റ്റിഫൈ ദ കൺഫൈൻമെൻറ്റ് ഓർ റിലീസ് ഓഫ് ദ പേഴ്സൺ. ഏതാ? ഹേബിയസ് കോർപ്പസ്. അറിയാമെന്നല്ലേ നിങ്ങൾക്കത്? ഓക്കെ, 24ാമത്തെ ചോദ്യം നോക്കിയേ. ദ പ്രൊപ്പോസൽ ഓഫ് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 24ാമത്തെ ചോദ്യം അതായത് നമ്മുടെ രാഷ്ട്രപതിയെ പ്രൊപ്പോസൽ ഓഫ് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് അല്ലേ, അതായത് നമ്മുടെ പ്രസിഡൻറ്റിനെ ഇംപീച്ച്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ലോകസഭയാണോ, രാജ്യസഭയാണോ, അല്ലെങ്കിൽ ഐദർ ഹൗസ് ഓഫ് ദ പാർലമെൻ്റ് ആണോ? ആരാണ്? ഐദർ ഹൗസ് ഓഫ് ദ പാർലമെൻ്റ് ആണ് ശരിയായ ഉത്തരം കേട്ടോ, ഓർത്തിരുന്നോണേ. അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ടെന്യൂർ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് കാലാവധി അവിടെ ചോദിച്ചിരിക്കുന്നത്. എത്ര വർഷമാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എത്രയാണ്? 5 years അല്ലേ, 5 വർഷമാണല്ലേ. ടെന്യൂർ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ 5 years ആണ്. ഓക്കെ, അടുത്തത് 25ാമത്തെ ചോദ്യം നോക്കിക്കേ. 25ാമത്തെ ചോദ്യത്തിനും ഏതെങ്കിലും 2 ആൻസർ കൊടുത്താൽ മതി എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും 2 നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, നോക്കിക്കേ. ടു ഡീൽ വിത്ത് ഫിനാൻഷ്യൽ അഫേഴ്സ് ഓഫ് ദ പഞ്ചായത്ത് രാജ് ബോഡീസ് ഡാഷ് ഈസ് കോൺസ്റ്റിറ്റ്യൂറ്റഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിനാൻഷ്യൽ അഫേഴ്സ് ഓഫ് ദ പഞ്ചായത്ത് രാജ് ബോഡീസ് ഈസ് ഡാഷ് കോൺസ്റ്റിറ്റ്യൂറ്റഡ്. അതായത് പഞ്ചായത്ത് രാജ് ബോഡികളുടെയൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ ഡാഷാണ് കൈകാര്യം ചെയ്യുന്നത്. ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആരാണ്? ഫിനാൻസ് കമ്മീഷനാണോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണോ, അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മീഷനാണോ? പഞ്ചായത്ത് രാജ് ബോഡീസിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരാ? സ്റ്റേറ്റ് ഫിനാൻസ് ആണല്ലേ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. ഓർത്തോണേ. അപ്പോൾ നിങ്ങളിവിടെ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. പഞ്ചായത്ത് കമ്മീഷൻ എന്ന് എഴുതി വയ്ക്കും, തെറ്റായ ആൻസറാണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ് പഞ്ചായത്ത് രാജ് ബോഡീസിൻ്റെ ഫിനാൻഷ്യൽ അഫേഴ്സൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ തന്നെ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ കേസ് ഓഫ് എയർലിയർ ഡിസൊല്യൂഷൻ അർബൻ ലോക്കൽ സെൽഫ് ഗവർണിംഗ് ബോഡീസ് ഫ്രഷ് ഇലക്ഷൻ ആർ ഹെൽഡ് വിത്തിൻ ഡാഷ്. അതായത് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നേരത്തെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു അർബൻ ലോക്കൽ സെൽഫ് ഗവർണിംഗ് ബോഡീസ് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പീരീഡ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. 1 year ആണോ, 6 months ആണോ, അല്ലെങ്കിൽ 3 months ആണോ എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ്? 6 months ആണ് കേട്ടോ. 6 months ആണ് അവിടെ ശരി ആൻസർ. ഇൻ കേസ് ഓഫ് എയർലിയർ ഡിസൊല്യൂഷൻ അർബൻ ലോക്കൽ സെൽഫ് ഗവർണിംഗ് ബോഡീസ് ഫ്രഷ് ഇലക്ഷൻ ആർ ഹെൽഡ് വിത്തിൻ 6 months. അപ്പം മുന്നേ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പിരിച്ചുവിട്ട് എന്തെങ്കിലും കേസ് വരുമ്പോഴത്തേനും ഈ അർബൻ ലോക്കൽ സെൽഫ് ഗവർണിംഗ് ബോഡീസ് പുതിയൊരു ഇലക്ഷൻ നടത്തുന്നത് എത്രയാണ്? 6 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു പുതിയ ഇലക്ഷൻ നടത്തും. ഓക്കെ, പുതിയ തെരഞ്ഞെടുപ്പ് നടത്തും. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദ മിഡിൽ ടയർ ഓഫ് പഞ്ചായത്ത് രാജ് ഈസ് ഡാഷ്. എന്താണ്? പഞ്ചായത്ത് സമിതിയാണല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. മിഡിൽ ടയർ ഓഫ് പഞ്ചായത്ത് രാജ് ഈസ് പഞ്ചായത്ത് സമിതി. ഓക്കെ, അത് നോക്കി വെച്ചോണം കേട്ടോ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ, അതുകൊണ്ട് പറഞ്ഞു തന്നത്. ഏതെങ്കിലും 2 അവിടെ ആൻസർ ചെയ്താൽ മതി കേട്ടോ. അടുത്ത് നോക്കിയേ. 26ാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താ പറഞ്ഞിരിക്കുന്നത്? പഞ്ചായത്ത് രാജ് വാസ് അഡ്വക്കേറ്റഡ് ബൈ ആരാണ്? പഞ്ചായത്ത് രാജ് വാസ് അഡ്വക്കേറ്റഡ് ബൈ ആരാണ്? സർദാർ പട്ടേൽ ആണോ, ജവഹർലാൽ നെഹ്റു ആണോ, അല്ലെങ്കിൽ ഗാന്ധിയാണോ? ആരാണ്? ഗാന്ധിയാണല്ലേ. അവിടെ ഗാന്ധിജിയാണ് ശരിയായ ആൻസർ. അപ്പോൾ പഞ്ചായത്ത് രാജ് വാസ് അഡ്വക്കേറ്റഡ് ബൈ ഗാന്ധി അല്ലേ. ഇനി അടുത്ത് നോക്കി. ദ ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ കമ്പൾസറി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം ദ കമ്പൾസറി ഫങ്ഷൻസ് ഓഫ് മുനിസിപ്പൽ ഇൻക്ലൂഡ്, അതായത് എന്താണ്? അതായത് മുനിസിപ്പലിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ മുനിസിപ്പലിൻ്റെ ഫങ്ഷൻസിൽ ഏറ്റവും കമ്പൾസറി ആയിട്ടുള്ള കാര്യത്തിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. വാട്ടർ സപ്ലൈ ആണോ, അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് ആണോ, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണോ? ഏതാണ് ശരിയായ ആൻസർ?
ഏതാ? വാട്ടർ സപ്ലൈ ആണല്ലേ. വാട്ടർ സപ്ലൈ ആണ് ശരിയായ ആൻസർ. അതായത് മുനിസിപ്പലിൻ്റെ ആ ഒരു ഫങ്ഷൻസിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കേണ്ടത് വാട്ടർ സപ്ലൈയെക്കുറിച്ചുള്ള കാര്യം. വാട്ടർ സപ്ലൈ ആണ് അവിടെ ശരിയായ ആൻസർ. ഓക്കെ, അടുത്തത് നമ്മൾ 27ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കണം. 27ാമത്തെ ചോദ്യം അവസാന ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പിൽ അവസാന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് ഹെഡഡ് ബൈ ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ് അല്ലേ, മന്ത്രിമാരുടെ സമിതിയൊക്കെ നയിക്കുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണോ, ക്യാബിനറ്റ് സെക്രട്ടറി ആണോ, അതോ ഹോം മിനിസ്റ്റർ ആണോ? ആരാ? പ്രൈം മിനിസ്റ്റർ ആണല്ലേ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ഡാഷ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ആ ഒരു റെസ്പോൺസിബിൾ എന്തിനെ ബേസ് ചെയ്തിട്ട്? ലോകസഭയായിട്ടാണോ അല്ലെങ്കിൽ രാജ്യസഭയെ റെപ്രസെൻ്റ് ചെയ്താണോ പ്രസിഡൻറ്റിനെയാണോ? ഏതാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ആർക്കാണ് റെസ്പോൺസിബിൾ കൊടുക്കുന്നത്? ലോകസഭയെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. റെസ്പോൺസിബിൾ ടു ലോകസഭ. അപ്പോൾ ഓർത്തിരിക്കുക, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു Lok Sabha and the Council of Ministers is headed by the Prime Minister. Okay. അപ്പം നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അപ്പം നമ്മൾ ഓരോ സെക്ഷനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടതിന് ശേഷം വേണം ഈ തേർഡ് പാർട്ട് കാണാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഓപ്ഷൻ മോഡ്യൂളിൽ ഇതേപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പിലേക്കും വെരി ഷോർട്ട് ആൻസർ ടൈപ്പിലേക്കും എസ്സേ ടൈപ്പ് ചോദ്യത്തിലേക്കും പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ടല്ലേ ഏത് രീതിയിലായിരിക്കും വരാൻ പോകുന്ന 2024 ഏപ്രിലെ പരീക്ഷ എന്നുള്ളത്. അപ്പം ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അതല്ലാതെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഫസ്റ്റ് ടൈപ്പ് എല്ലാം ഒബ്ജക്റ്റീവ് ആണ്, ഓക്കെ അപ്പോൾ വൺ വേർഡാണ് വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെയല്ല പഠിക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് തന്നെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. സോ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് വേണം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. അതല്ലാതെ കുറേ ഒബ്ജക്റ്റീവ് ടൈപ്പ് കുറേ എസ്സേ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു രീതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിൽ ഈ ഒരു സെക്ഷൻ ക്വസ്റ്റ്യന് ദെൻ അതിനുശേഷം ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ടാവും, അതിനുശേഷം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇപ്പം ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു വേവലാതിയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പം വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. പക്ഷെ നന്നായിട്ട് പഠിക്കണം. കാരണം ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആൻസർ വീണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പം ഈ ഒരു പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ചെയ്തേക്കരുത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ്. ഇൻ കേസ് ആൻസർ തെറ്റിപ്പോയാൽ അവിടെ ആ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. നേരെ മറിച്ച് എസ്സേ ടൈപ്പ് ചോദ്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഷോർട്ട് ആൻസർ, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്, എസ്സേ ടൈപ്പ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് വീഴും. മനസ്സിലായോ? അപ്പോൾ അതവിടെ വായിച്ചു നോക്കി അവിടെ മാർക്ക് വീഴുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. കറക്റ്റ് ആൻസർ അവിടെ വീണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ ഉത്തരത്തിന് മാർക്ക് അവിടെ കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നേക്കല്ല. മാക്സിമം നമ്മൾ എസ്സേ ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, അപ്പോൾ നിർത്തുകയാണ്. പുതിയ ഒരു വിഷയത്തിന് അല്ലെങ്കിൽ നമ്മുടെ NOSനെ ബേസ് ചെയ്തിട്ടുള്ള +2 വിഷയങ്ങൾ അല്ലെങ്കിൽ 10ൻ്റെയൊക്കെ സബ്ജക്റ്റുകളുടെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ പറയുന്ന രീതികൾ നിങ്ങൾ പഠിക്കുക, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം, പഠിക്കണം. ട്യൂഷൻസൊക്കെ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു ബാച്ചിൻ്റെ കാര്യമല്ല പറഞ്ഞത്, അടുത്ത ബാച്ചിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ പഠിക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം അയ്യോ
ആണെങ്കിലും LB-യിൽ അഡ്മിഷൻ എടുത്താൽ മതിയായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ ആവണ്ട. നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അതിൽ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ ഒരു ഗൈഡൻസിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ടെൻഷൻസൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് +2 എന്ന സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കുക. പ്ലസ് നിങ്ങൾ അതിനൊക്കെ ശേഷം ഡിഗ്രിയൊക്കെ ചെയ്ത് ഒരു നല്ല ഒരു എഡ്യൂക്കേഷൻ ലെവലിലേക്ക് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിർത്തുകയാണ്. NOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്